ഇറ്റലിയിലെ ത്രാനിയിൽ 11-ാം നൂറ്റാണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. ഒരിക്കൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിജാതീയ സ്ത്രീയുണ്ടായിരുന്നു. ഒരു ദിവസം തൻ്റെ ക്രൈസ്തവരായ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ അവൾ ജനങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് തിരുവോസ്തി നാവിൽ സ്വീകരിച്ച് പിന്നീടത് കയ്യിലെടുത്ത് ഒരു തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചു. വീട്ടിലെത്തിയ അവൾ ബ്രെഡും മറ്റും പൊരിക്കുന്ന ഒരു ചട്ടിയിലെത്തിച്ചു. ചട്ടിയിൽ എണ്ണയോട് ചേർന്ന് തിരുവോസ്തിയുടെ രൂപം മാറാൻ തുടങ്ങി. വെളുത്ത അപ്പം മാംസമായി. ചട്ടിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. അവളുടെ വീട് ആ തിരുശരീരത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു. ഭയന്ന് വിറച്ചവൾ നിലവിളിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയവരും ഈ അത്ഭുതം കണ്ട് സ്തബ്ധരായി. ഉടൻ തന്നെ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചു. ആ തിരുവോസ്തി ഭക്തിയോടെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ തിരുവോസ്തി വിശ്വാസത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷിയായി സൂക്ഷിക്കപ്പെടുന്നു. തിരുവോസ്തിയെ അപമാനിക്കാൻ കൊണ്ടുവന്ന വീട് 1706 ഒരു കപ്പേളയാക്കി മാറ്റി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.